ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അബ്യൂസീവ് ബിഹേവിയർ ഫ്രം ഉസ്താദ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് 8 വയസ്സ് പ്രായമായിരുന്നു. അപ്പോൾ 8 വയസ്സെന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് അങ്ങനെ ബൾക്കുമല്ല, നമ്മൾ വളരെ ലീനായിട്ടുള്ളൊരു കുട്ടിയാണ്. എന്താ മോളെ ബൾക്ക് അല്ലെങ്കിൽ ഏത് ഉസ്താദാ പിടിക്കുക? ബൾക്ക് വേണ്ടേ? ബൾക്ക് തനിക്ക് ബൾക്കില്ല. അപ്പൊ താൻ പറയുന്ന കള്ളമാണ്. ബൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് പിടിക്കാൻ തോന്നുകയുള്ളൂ. അപ്പൊ താൻ പറയുന്ന കള്ളമാണെന്ന് ഇതിലൂടെ മനസ്സിലായി. പറ. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കുട്ടിയോട് ഒരു പീഡോ ബിഹേവിയർ ഉള്ള ഉസ്താദന്മാരെ എനിക്ക് അങ്ങനെയുള്ള ഞാൻ പഠിച്ച മദ്രസയിൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകം എനിക്ക് അങ്ങനെ ഒരു ബിഹേവിയർ തെറ്റ് അങ്ങനെ പറയരുത്. കാരണം പീഡനം എവിടേക്ക് നടക്കുന്നുണ്ട്? മദ്രസയിൽ മാത്രമാണോ? സ്കൂളിൽ നടക്കുന്നില്ലേ? അമ്പലങ്ങളിൽ നടക്കുന്നില്ലേ? ബസ്സുകളിൽ നടക്കുന്നില്ലേ? പെരുവഴിയിൽ നടക്കുന്നില്ലേ? പിന്നെ ഈ മദ്രസയെ മാത്രം മുന്നം വെച്ച് പറയാൻ? അപ്പോൾ ഇതിന്റെ പിന്നിൽ മദ്രസ വിരോധികളാണ്. ഇത് ഭക്ഷണം കഴിക്കുന്ന, അന്നം കഴിക്കുന്ന, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ബാക്കി പറ. എനിക്കങ്ങനെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാഡ് കൺഫ്യൂഷൻ ആൾക്ക് ബാഡ് ടച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കള്ളം പറയുമ്പോൾ ഒരു മുക്കൽ വരും. ശരി പറ. മദ്രസ അല്ലെങ്കിൽ പള്ളികൾ എന്ന് പറയുന്നത് പടച്ചോന്റെ വീടാണ്. അപ്പോൾ ഈ പടച്ചോന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും കാണാത്ത പടച്ചോനൊരു പടച്ചോനാണോ? അത് പോയിന്റ്. കറക്റ്റ്. ഈ കുട്ടി നല്ല ഭംഗിയുള്ളൊരു ഹോട്ടൽ, നല്ല വലുപ്പമുള്ള ഭംഗിയുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോൾ നല്ല മണമുള്ള, കണ്ടപ്പോൾ തന്നെ ഇവളുടെ വായിൽ വെള്ളം വന്നു. ആർത്തിയോടെ നല്ലോണം ഭക്ഷിച്ചു. പിറ്റേ ദിവസം കക്കൂസി പോയപ്പോൾ ആ ബിരിയാണിയെല്ലാം ഭയങ്കര സ്മെല്ല്. ഇവൾ നാറിയിട്ട് ഇവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല, ഓടിക്കളഞ്ഞോള്. എന്നിട്ട് ഇവൾ പറയുകയാണ്, ആ ഹോട്ടലിലെ ബിരിയാണി ശരിയില്ല, ഹോട്ടലിലെ ബിരിയാണി വല്ലാത്ത ദുർഗന്ധം എന്ന് പറയുന്നത് പോലെ ഇല്ല ഈ കാര്യം. ആരോ ഒരാൾ എന്തോ ചെയ്തു വെച്ച് പടച്ചോനെ കുറ്റം പറയാൻ പറ്റുമോ? പടച്ചോന്റെ പടപ്പുകൾക്ക് വ്യത്യസ്തമായിട്ട് ചിന്താഗതി ഉള്ളതാണ്. അതുകൊണ്ടാണ് പലരും പല രീതിയിൽ നടക്കുന്നത്. അതിന് പടച്ചോൻ എന്ത് പടച്ചോൻ ഇവരെല്ലാം നേരെ വഴി കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ഇവരെ പടക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലത്തെ ഒരു പടപ്പല്ല ഇവളും. ഇനി ബാക്കിയൂടെ കേൾക്കാം. പടച്ചോന് ഓന്റെ വീട്ടിൽ വെച്ചിട്ട് ഇതൊക്കെ നടക്കുമ്പോൾ പടച്ചോൻ അങ്ങ് കണ്ണും മൂടി ഞാനിതൊന്നും കാണാറില്ല, ഇതിനൊന്നും ഞാൻ പ്രതികരിക്കാറില്ല. ഒരുപാട് പെണ്ണുങ്ങൾ ഇതുപോലെ രംഗത്ത് വരാറുണ്ട്, പടച്ചോനെ തെറി പറഞ്ഞുകൊണ്ടും ഇസ്ലാം സമൂഹത്തെ തെറി പറഞ്ഞുകൊണ്ടും. കാരണം ഇതുപോലുള്ള പെണ്ണുങ്ങൾ ഇത് പറയാൻ എന്താ കാരണം എന്ന് ഞാൻ റിസർച്ച് ചെയ്തതിൽ കണ്ടുപിടിച്ചത്, ഇതുപോലെയുള്ള പെണ്ണുങ്ങളുടെ ഉണ്ടാക്കിയ തന്തമാർ ഇവരെ കൈവച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഫീലിംഗ് കൊണ്ടാണ് സ്വന്തം പിതാവിൽ നിന്നും നേരിടേണ്ടി വന്ന ഈ സെക്സ്പരമായിട്ടുള്ള പീഡനം, അതൊരു അമർഷമായിട്ട് സ്വന്തം പിതാവിനോടും സ്വന്തം മതത്തിനോടും അമർഷം തോന്നിക്കൊണ്ടാണ് ഇതുപോലത്തെ പെണ്ണുങ്ങൾ ഇപ്പോൾ സുലഭമായി നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത്.